വാങ്ങൂ, ആനിയുടെ മകൻ. പോയിക്കോളൂ. ചന്ദ്രദാസ്, നിങ്ങൾ വലിയവനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും. അത് പാടില്ല. ഞങ്ങളിനി തിരിച്ചു വന്നൊന്നും വരില്ല. എവിടെയായാലും സുഖമായിരിക്കട്ടെ. അവസാനമായി ഒരു അപേക്ഷ കൂടിയുണ്ട്, അത് നിഷേധിക്കരുത്. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛന്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ചന്ദ്രദാസിനറിയാലോ, പരലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. വയ്ക്കുള്ളൂ. എല്ലാ അമ്മമാരും ആനിയെ പോലാണോ? അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ചല്ലേ ഓർത്തത്. ഞാനും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീറി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. കളഞ്ഞല്ലോടാ. ഇമോഷണൽ സീൻ ലാലേട്ടന്റെ കാണിച്ച് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ദർശിത് ഇന്ന്. മാത്രമല്ല എല്ലാവരും നല്ലൊരു പെർഫോമൻസ് ആണെന്ന് കാഴ്ചവെച്ച മാലവിക, വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് പെർഫോമൻസ്? ഇല്ല, ഞാൻ വന്ന ദിവസങ്ങളിലെല്ലാം ഇവരെല്ലാം ചിരിപ്പിക്കുകയായിരുന്നു. ലൈക്ക് ഇങ്ങനൊരു ഇമോഷണൽ സ്കിൽ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പറഞ്ഞായിരുന്നു. ശരിക്കും ഞെട്ടിച്ചു. ലൈക്ക് ദർശിത് വെരി അമേസിംഗ് ആക്ടർ. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ലൈക്ക് ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ ഇത്രയും ദിവസം ചിരിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇമോഷണൽ സീൻ അല്ലേ? പക്ഷെ അടിപൊളി. എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും, സുകുമാരി അമ്മ